നമസ്കാരമുണ്ട്, അശ്വതിയാണ്. അടുത്തിടെ വായിച്ച ഒരു പുസ്തകത്തിലെ കോട്ടാണ്, വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോട്ടാണ്. സക്സസ് ഈസ് ഇൻ ദ ബിഗ് തിങ്സ്, ഹാപ്പിനെസ് ഈസ് ഇൻ ദ സ്മോൾ തിങ്സ്, മെഡിറ്റേഷൻ ഈസ് ഇൻ നത്തിങ് ആൻഡ് ഗോഡ് ഇസ് ഇൻ എവ്രിതിങ്. നല്ല പ്രാസമൊത്ത ഒരു കോട്ടാണേ. വിജയം വലിയ വലിയ കാര്യങ്ങളിലായിക്കോട്ടെ എന്നാണ്. വലുതിലേക്ക് മനസ്സ് വയ്ക്കൂ, നമ്മളത് ഡിസർവ് ചെയ്യുന്നുണ്ട്, അർഹിക്കുന്നുണ്ടെന്ന് മനസ്സുറപ്പിച്ച് വലിയ വലിയ കാര്യങ്ങളിലേക്ക് നമ്മൾ വിജയം കണ്ടെത്താനായി പുറപ്പെടാമെന്ന് പറയും. നമുക്കത് ആദ്യം മനസ്സുകൊണ്ട് നമ്മൾ അതിന് തയ്യാറെടുക്കണം. കാരണം വലിയ കാര്യങ്ങൾ നമ്മൾ ഡിസർവ് ചെയ്യുന്നുണ്ട്, സന്തോഷം ഡിസർവ് ചെയ്യുന്നുണ്ട്, വിജയങ്ങൾ ഡിസർവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾക്ക് ആ ഒരു വിശ്വാസം വരുമ്പോഴാണ് നമ്മൾ അതിലേക്ക് നടന്ന് കയറുക. പക്ഷേ ഹാപ്പിനെസ്, സന്തോഷം പറയുന്ന നേരെ തിരിച്ചാണ്. ഹാപ്പിനെസ് ഈസ് ഇൻ ദ സ്മോൾ തിങ്സ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനാണ് പറയുന്നത്. സന്തോഷത്തിന് വലിയ വലിയ കാര്യങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ തന്നെയും കുഞ്ഞു കുഞ്ഞു മൊമെൻറ്റ്സാണ് നമുക്ക് പലപ്പോഴും വീണ് കിട്ടുക. അതിലെല്ലാം സന്തോഷം കണ്ടെത്താം. ഒന്ന് സ്വസ്ഥമായിരുന്നൊന്ന് കാപ്പി കുടിക്കാൻ പറ്റുന്നത്, കുറച്ചു നേരം തനിയെ ഇരിക്കാൻ സ്വസ്ഥമായി, ഒരു നല്ല പാട്ട് കേൾക്കുന്നത്, നല്ലൊരു മഴ കാണാൻ പറ്റുന്നത്, നല്ലൊരു വെളിച്ചമുള്ളൊരു ദിവസം കാണാനൊക്കുന്നത്, നല്ലൊരു നിറമുള്ളൊരു പക്ഷിയെ കാണാൻ പറ്റുന്നത്, അങ്ങനെ എന്തും നമുക്കൊരു ഹാപ്പിനെസ്സാണ്. നല്ലൊരു ചിരി കാണാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ കുഞ്ഞി കുഞ്ഞി കാര്യങ്ങളിലൊക്കെ സന്തോഷം കണ്ടെത്തിയാൽ നമുക്കൊരു ദിവസം കുറേ മൊമെൻറ്റ്സ് ഉണ്ടാവും. അങ്ങനത്തെ കുറേ മൊമെൻറ്റ്സ് കൂടുമ്പോൾ ഒരു ദിവസം നന്നാവും. അങ്ങനെ കുറേ ദിവസങ്ങളാവുമ്പോൾ ലൈഫ് നന്നാവും അല്ലേ. സോ ഹാപ്പിനെസ് ഇസ് ഇൻ ദ സ്മോൾ തിങ്സ്, മെഡിറ്റേഷൻ ഇസ് ഇൻ നത്തിങ്. ഒന്നിലുമല്ലാതെയാണ് ധ്യാനം എന്ന് പറഞ്ഞത്. ഒന്നിലും അല്ല പ്രത്യേകിച്ച് എന്നുള്ള രീതിയിൽ അത് പൊതുവെ പറയാം. നമ്മൾ ഒരു തോട്ടിനും വേറൊരു രണ്ട് ചിന്തകൾക്കിടയിൽ ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പാണ് നമ്മളുടെ യഥാർത്ഥ സ്ഥലം എന്ന് പറയാറുണ്ട്. പൊതുവേ നമുക്ക് ഒരു ചിന്തയുടെ മുകളിൽ വേറൊരു ചിന്ത ഇങ്ങനെ കൂടി നമ്മൾ പറയും, എല്ലാം കൂടെ പുകയണമെന്ന് പറയും. കാരണം ഇതെല്ലാം കൂടെ കൂടിയിട്ട് ക്ലട്ടറാവുക എന്ന് പറയാം. ഇത് കുറയ്ക്കുകയാണ് നമ്മളിപ്പോൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്നതായിക്കോട്ടെ, മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രമിക്കുന്നത് ഈ ചിന്തകളുടെ എണ്ണം കുറച്ച്, അതിൻ്റെ ക്ലട്ടർ കുറച്ച്, അതിൻ്റെ ഈ ലൂപ്പുകൾ കെട്ടുകളൊക്കെ ഒന്ന് അഴിച്ച് എണ്ണം കുറച്ച് ഈ രണ്ട് ചിന്തകൾക്കിടയിലുള്ള ഒന്നുമില്ലാത്ത ആ ഒരു സ്പേസ് കൂട്ടിക്കൊണ്ടുവരാൻ, അതിൻ്റെ ഒരു വ്യാപ്തി കൂട്ടിക്കൊണ്ടുവരിക. ഇതൊക്കെ തന്നെയാണ് നമ്മൾ മെഡിറ്റേഷൻ വഴി ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഇൻ നത്തിങ് എന്നാണ് പറയുന്നത്. ഒന്നുമില്ലായ്മയിലാണ് അവിടെ ധ്യാനം. ചിന്തകൾ ആവശ്യമാണ്, നമുക്ക് ആവശ്യമുള്ളപ്പം എടുത്തുപയോഗിക്കാൻ കഴിയട്ടെ. പക്ഷെ അത് നമ്മൾ ഓവർ പവർ ചെയ്ത് വരാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ പലപ്പോഴും ഇതുവഴിയൊക്കെ നോക്കുന്നത്. അപ്പോൾ മെഡിറ്റേഷൻ ഇസ് ഇൻ നത്തിങ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഗോഡ് ഇസ് ഇൻ എവ്രിതിങ്. എല്ലാത്തിലും ഈശ്വരനെ കാണാൻ സാധിക്കട്ടെ. ഇപ്പോൾ ഈശ്വരൻ എന്നൊരു സങ്കല്പം അല്ലെങ്കിൽ പോലും എല്ലാത്തിലും ആ ഒരു ഊർജം, ആ ഒരു ചൈതന്യം കാണാൻ പറ്റട്ടെ. ഇപ്പോൾ പൊതുവേ തോന്നാറുള്ളത് ഈശ്വരൻ എന്നുള്ള രീതിയിൽ വിശ്വസിച്ചില്ലെങ്കിലും പ്രകൃതി എന്നുള്ള രീതിയിൽ ചിന്തിക്കാമല്ലോ. നമുക്കെല്ലാം തരുന്നത് പ്രകൃതിയാണ്. നമ്മുടെ ചുറ്റുമുള്ള ചെടികളായിക്കോട്ടെ, മരങ്ങളായിക്കോട്ടെ, ജീവികളായിക്കോട്ടെ, പക്ഷികളായിക്കോട്ടെ, ഇതിൽ നിന്നെല്ലാമാണ് നമ്മളും ജീവിക്കുന്നത് അല്ലേ. അതെല്ലാം മാറ്റി നിർത്തിയാൽ നമുക്കൊരു ജീവിതമില്ല. പ്രകൃതി തന്നെയാണ് ഈശ്വരൻ. അപ്പോൾ എല്ലാത്തിലും ഈശ്വരനെ കാണാൻ സാധിച്ചാലും നല്ലതല്ലേ. അതായത് നമ്മളതിനെ ഈശ്വരനെ ആരാധിക്കുന്ന പോലെ പ്രകൃതിയെ ആരാധിക്കുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. പക്ഷെ അതെത്ര പ്രാവർത്തികമാണെന്ന് വെച്ചാൽ അറിയത്തില്ല. അപ്പോൾ പ്രകൃതിയിലെങ്കിലും ഈശ്വരനെ കാണാം, ചുറ്റും എല്ലാത്തിലും ഈശ്വര ചൈതന്യം, ഗോഡ് ഇസ് ഇൻ എവ്രിതിങ് എന്നാണ് പറയുന്നത്. സോ സക്സസ് ഇസ് ഇൻ ദ ബിഗ് തിങ്സ്, ഹാപ്പിനെസ് ഇസ് ഇൻ ദ സ്മോൾ തിങ്സ്, മെഡിറ്റേഷൻ ഇസ് ഇൻ നത്തിങ് ആൻഡ് ഗോഡ് ഇസ് ഇൻ എവ്രിതിങ്. ഒരു നല്ലൊരു ഹോളിസ്റ്റിക് ലൈഫിനുള്ള ഇതായിട്ട് പറഞ്ഞിരിക്കുന്ന കോട്ടാണ്. ഐ റിയലി ലൈക്ക് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെയും നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് പ്രാവർത്തികമാക്കാൻ പറ്റട്ടെ. ശരി, നമസ്തേ.